മറ്റു വാർത്തകളിലേക്ക്. കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുന്ന ഗവർണർക്കെതിരെ SFI ബാനറുകൾ. ഗോ ബാക്ക് ചാൻസലർ മുദ്രാവാക്യങ്ങൾ എഴുതിയാണ് ബാനറുകൾ കെട്ടിയത്. ഇന്ന് രാത്രിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുക. പ്രതിഷേധം കണക്കിലെടുത്ത് ഗവർണറുടെ സുരക്ഷ ശക്തമാക്കും. വിവരങ്ങൾ നൽകുവാനായി സാജിദ് അജ്മൽ ചേരുകയാണ്. സാജിദ്, ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുന്ന ഗവർണറെ SFI ബാനറുകളോടുകൂടെയാണ് സ്വീകരിക്കുന്നത്. ആ വാക്ക് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതും കറുത്ത ബാനറുകൾ. അതിലെഴുതിയിരിക്കുന്നത് ഗോ ബാക്ക് ഗവർണർ, സംഘി ഗവർണർ ഗോ ബാക്ക് എന്നാണ്. അപ്പോൾ SFI ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണോ ഗവർണർക്കായി ഒരുക്കിയിരിക്കുന്നത്? അജി, യൂണിവേഴ്സിറ്റികളുടെ സെനറ്റ് അംഗം എന്ന നിലയ്ക്ക് ഈ സംഘപരിവാർ പ്രവർത്തകരെ തിരികെ കയറ്റുന്നു എന്നുള്ള ഒരു ആരോപണമാണ് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഗവർണറെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഗവർണർ നേരത്തെ കോഴിക്കോട് നഗരത്തിൽ താമസിക്കാൻ തീരുമാനിച്ച ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിന് അകത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് വൈകുന്നേരം 6:45 ഗവർണർ കരിപ്പൂരിൽ വിമാനമിറങ്ങുക. തുടർന്ന് ഈ റോഡ് മാർഗം ഗസ്റ്റ് ഹൗസിൽ എത്തും. അവിടുന്ന് നാളെയും മറ്റന്നാളും ഗവർണർ ഉണ്ട്. ഈ പലതവണ ഗവർണർ പുറത്തേക്ക് പോയി വരുന്നതിനാൽ വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കുന്നത്. ഇന്നലെ വരെ അവിടെ പ്രതിഷേധ ബാനറുകളോ മറ്റും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരം ബാനറുകൾ വന്നിരിക്കുന്നത്. ചാൻസലർ ഗോ ബാക്ക്, അതുപോലെ തന്നെ സംഘി ചാൻസലർ, മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹെയർ തുടങ്ങിയ ബാനറുകളാണ് പതിച്ചിരിക്കുന്നത്. ഇത്തരം വലിയ ഈ കറുത്ത ബാനറുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും പതിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പോലീസ് ഇത് നീക്കം ചെയ്യാനുള്ള ഈ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായി 11 മണിയോടുകൂടി പൂർണ്ണമായും ഈ ഗസ്റ്റ് ഹൗസും പരിസരവും പോലീസിന്റെ നിരീക്ഷണത്തിലാകും. ഈ SFI ഈ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ തന്നെ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ SFI അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഗവർണർ അവരുടെ നിലപാടിലും ഉറച്ചു നിൽക്കുന്നു. 3 ദിവസമാണ് ഈ ഗവർണർ ഇവിടെ തുടരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനും ഈ സുരക്ഷ ഒരുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കൂടുതൽ സുരക്ഷ ഒരുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സാജിദ്, അതായത് കഴിഞ്ഞ ദിവസം KSU അടക്കം പറഞ്ഞിരുന്നു ഗവർണർക്കെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി KSUവും ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ KSU പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഇതിനകം ഉയർത്തിയിട്ടുണ്ടോ? ഈ ഗവർണറുടെ നിലപാടിനെതിരെ SFIക്ക് മാത്രമല്ല പ്രതിഷേധമുള്ളത്. ABVP ഒഴികെയുള്ള KSU, MSF, ഫ്രണ്ടേണിറ്റി തുടങ്ങിയ ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും കടുത്ത പ്രതിഷേധമുണ്ട്. പക്ഷേ ഈ ഗവർണറെ വഴിയിൽ തടയുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകണമോ എന്ന കാര്യത്തിൽ ഇവരാരും തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം പറഞ്ഞിട്ടില്ല. SFI ആണ് ഇത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ ഗവർണർ ഈ വഴിയിൽ തടയുകയാണെങ്കിൽ ഗവർണർ അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടക്കും. അതിന് വഴിവെക്കേണ്ട എന്ന ഒരു നിലപാടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഉണ്ട്. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ MSF എന്തായാലും അത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ പ്രഖ്യാപിച്ചാൽ അത് പോലീസ് ഇടപെട്ട് അത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഇത് പ്രഖ്യാപിക്കാത്തത്. ശരി സാജിദ്.